നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ പ്രസന്നൻ. പ്രധാന വാർത്തകൾ. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ വെളിയം ഭാർഗവന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. TP വധക്കേസിൽ അപ്പീൽ നൽകുന്ന കാര്യം നിയമോപദേശത്തിന് ശേഷമെന്ന് തിരുവഞ്ചൂർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ശരിയായ ദിശയിൽ തന്നെയെന്ന് ആഭ്യന്തരമന്ത്രി. കനത്ത മഴയിൽ ജലസംഭരണികൾ നിറഞ്ഞു. ഇടുക്കി ഡാം തുറന്നുവിട്ടേക്കും. കേന്ദ്ര ഗവൺമെന്റ് ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചു. പുതിയ വാഹനങ്ങൾ വാങ്ങരുതെന്നും പുതിയ തസ്തികകൾ സൃഷ്ടിക്കരുതെന്നും നിർദ്ദേശം. തൃശൂരിൽ ഇന്ന് പുലികൾ ഇറങ്ങും. ഓണാഘോഷത്തിന് നാളെ സമാപനം. വാർത്തകൾ വിശദമായി. ഇന്നലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ വെളിയം ഭാർഗവന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്നലെ പട്ടത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ നേതാക്കളും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹം ഇന്ന് രാവിലെ 8 മുതൽ 3:30 വരെ പാർട്ടി ആസ്ഥാനമായ MN സ്മാരകത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4-നാണ് സംസ്കാരം. ശ്വാസകോശ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അന്തരിച്ചത്. വലിയ പ്രകടനങ്ങളൊന്നും പുറത്തു കാണിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വെളിയമെന്ന് ശ്രീമതി KR ഗൗരിയമ്മ. വലിയ പ്രകടനമൊന്നും പുറത്ത് കാണിക്കില്ല. ഭാർഗവൻ ചന്ദ്രശേഖരനായിരുന്നു. വലിയ പ്രകടനമൊന്നും പുറത്ത് കാണിക്കില്ലെങ്കിൽ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഒരു ഏറ്റവും വലുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അഗ്നിപരീക്ഷ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം 48, 52 ഈ കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ശക്തിയായിട്ട് ഒടുവിൽ നിന്ന് പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലം ജില്ലയിൽ വളരാൻ ആ കാലത്ത് ആലപ്പുഴയൊന്നും വന്നിട്ടില്ല. ഒരു ദിവസമല്ല, ഒരു കൊല്ലം ജില്ലയായിരുന്നു. രാഷ്ട്രീയത്തിലെ ഗുരുതുല്യനും ആചാര്യനുമായ വ്യക്തിയായിരുന്നു വെളിയം ഭാർഗവനെന്ന് മന്ത്രി ശ്രീ KM മാണി അനുസ്മരിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തീരാനഷ്ടമാണ് വെളിയത്തിന്റെ വിയോഗമെന്നും ശ്രീ മാണി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തില് ഗുരുതുല്യരായ ഒരു വ്യക്തിയായിരുന്നു. ഒരു ആചാര്യനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം തീരാത്ത ഒരു നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. കേരളത്തിൽ എല്ലാവരെയും കൈകാര്യം ചെയ്യുന്ന ആശാനായിരുന്നു വെളിയമെന്നും എല്ലാവരും ആശാന് മുന്നിൽ അനുസരണയോടെ നിന്നിരുന്നുവെന്നും ശ്രീ C ദിവാകരൻ അനുസ്മരിച്ചു. എന്ന് പറഞ്ഞാൽ ആശാനാണ് കമ്മ്യൂണിസ്റ്റ്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നപ്പോൾ ആശാനാണ്. നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ കേരളത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ട്. ആരാണത്? അത് വെളിയം ഭാർഗവനാണ്. അപ്പോൾ ആർക്കും ഒരു തർക്കമില്ല. വളരെ 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 ആഴമേറിയ അറിവും അദ്ദേഹത്തിനുണ്ട്. ഞങ്ങളിവിടെ എല്ലാം അവസാനം പുരാണത്തിലെ ഒരുപാട് കഥകൾ പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിക്കുമായി. ചെറുപ്പക്കാരോട് ഭയങ്കര ഒരു വാത്സല്യമാണ്. ആശാൻ തൊട്ട് വളർത്തിയ ഒരുപാട് ചെറുപ്പക്കാരാണ് ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ 2 പാർട്ടിയിലുമുണ്ട്. 2 പാർട്ടിയിലെയും ആളുകൾക്ക്, പാർട്ടിക്കാർക്ക് ആശാന് വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. കേരളത്തിന് ഒരു നഷ്ടമാണ്. CPIയുടെ ശക്തി ക്ഷയമാണ്. ഞങ്ങളുടെ കണ്ണിലിപ്പോൾ ഇരുട്ടാണ്. ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിനു നേരെ മുഖം തിരിച്ച വെളിയം അഭിപ്രായങ്ങൾ തുറന്നടിച്ച കർക്കശക്കാരനായിരുന്നുവെന്ന് ശ്രീ K മുരളീധരൻ MLA. പാർലമെന്ററി രാഷ്ട്രീയത്തിന് നേരെ മുഖം തിരിഞ്ഞ ശ്രീ വെളിയം ഭാർഗവൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതിശക്തമായിട്ട് പറയാനും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സമീപനം ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു വെളിയമെന്ന് ശ്രീ MA ബേബി അനുസ്മരിച്ചു. പ്രസ്ഥാനങ്ങളുടെ സമീപനം അത് ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചു പോന്നിട്ടുള്ള നേതാവായിരുന്നു സഖാവ് വെളിയം ഭാർഗവൻ. തലമുറയിൽപ്പെട്ട പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാനും വാത്സല്യത്തോടുകൂടി അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ സഖാവ് വെളിയം സദാ ശ്രദ്ധാലുവായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ആശാനായിരുന്നു വെളിയം ഭാർഗവൻ. ത്യാഗോജ്വലമായ ആ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം.
സന്യാസിയാവാൻ കൊതിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാവായി തീർന്നതാണ് വെളിയം ഭാർഗവന്റെ ചരിത്രം. ത്യാഗവും നൈർമല്യവും പോലുള്ള യഥാർത്ഥ സന്യാസ മൂല്യങ്ങൾ അവസാന ശ്വാസം വരെ കാത്തുസൂക്ഷിച്ചാണ് വെളിയം വിട പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് തത്വചിന്ത പോലെ തന്നെ സംസ്കൃതത്തിലും അഗാധ പാണ്ഡിത്യം കൈമുതലാക്കിയ അപൂർവ വ്യക്തിത്വം കൂടിയായിരുന്നു വെളിയത്തിൻ്റെത്. ചെറുപ്പകാലത്ത് തന്നെ ആർഷഭാരത സംസ്കൃതിയിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലുമെല്ലാം അഗാധ അറിവ് നേടിയ വെളിയത്തെ കമ്മ്യൂണിസത്തിലേക്ക് കൈപിടിച്ചു നയിച്ചത് കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥി ജീവിതമാണ്. MN ഗോവിന്ദൻ നായരാണ് വെളിയത്തിലെ രാഷ്ട്രീയ ബോധത്തെ സ്വാധീനിച്ചത്. ONV കുറുപ്പിനും തെങ്ങമത്തിനും O മാധവനും പുതുശ്ശേരിക്കുമൊപ്പമെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് സജീവമായി. ധനതത്വശാസ്ത്രത്തിൽ ഉയർന്ന മാർക്കോടെ ബിരുദഭരണം കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ വെളിയത്തെ കാത്തിരുന്നത് വിപ്ലവത്തിന്റെ കനൽ വഴികളാണ്. അനായാസം കിട്ടുമായിരുന്ന ഗവൺമെന്റ് ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് വെളിയം കടന്നു ചെന്നത് പോരാട്ട ഭൂമിയിലേക്കാണ്. പാർട്ടി നിരോധിക്കപ്പെട്ടതോടെ വെളിയം ദാമോദരനും കോട്ടാത്തല സുരേന്ദ്രനും നാരായണൻ ഉണ്ണിക്കുമൊപ്പം ഒളിവിൽ പാർട്ടി പ്രവർത്തനവുമായി സജീവമായി. 1954 ട്രാൻസ്പോർട്ട് സമരമാണ് വെളിയത്തിലെ യഥാർത്ഥ പോരാളിയെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. സമരത്തെ തുടർന്ന് അറസ്റ്റിലായ വെളിയത്തിന് പോലീസ് സ്റ്റേഷനിൽ കൊടിയ മർദ്ദന മുറകളാണ് അനുഭവിക്കേണ്ടി വന്നത്. പോലീസിന്റെ ചവിട്ടേറ്റ് നട്ടലിന്റെ കശേരുകൾ തകർന്നു പോയതിനാൽ ശിഷ്ടകാലം മുഴുവൻ ബെൽറ്റിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായി വീണ്ടും പൊതുരംഗത്ത് സജീവമായ വെളിയത്തെ 2 തവണ കേരളം ചടയമംഗലത്ത് നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ചു. പിളർപ്പിന് ശേഷം CPIയിൽ ഉറച്ചുനിന്ന വെളിയം 1983 പാർട്ടി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായി. 1996 കണ്ണൂർ സമ്മേളനത്തോടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. പിന്നീട് 1.5 പതിറ്റാണ്ടോളം പാർട്ടിയെ നയിച്ചു. കോട്ടയം, തൃശൂർ സമ്മേളനങ്ങളിൽ തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വെളിയം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാർട്ടി പ്രവർത്തകരുടെയും അനുയായികളുടെയും അഭ്യർത്ഥനയെ തുടർന്ന് വീണ്ടും തുടരാൻ തയ്യാറാവുകയായിരുന്നു. ശരിയെന്ന് തോന്നുന്നതെന്തും മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന പതിവുള്ള വെളിയത്തിന്റെ പ്രകൃതം മിത്രങ്ങളെക്കാൾ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തിയത് സ്വാഭാവികം. നേരിന്റെ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആ കാർക്കശ്യത്തെ പാർട്ടി ഭേദമന്യേ സകലരും അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പുറത്തുള്ളവർക്ക് പോലും ആശാനായി മാറി. ഒരു സന്യാസിയുടെയും കമ്മ്യൂണിസ്റ്റിന്റെയും യഥാർത്ഥ മൂല്യങ്ങൾ കൈകോർക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും വീക്ഷണവും പ്രവൃത്തിയുമെല്ലാം. വെളിയത്തിന്റെ നിര്യാണത്തോടെ കേരളത്തിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി 20 പ്രതികളെ വിട്ടയച്ചതിനെതിരെ അപ്പീൽ പോകുന്ന കാര്യം വിശദമായ നിയമോപദേശത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇക്കാര്യത്തിൽ എല്ലാവിധ നിയമോപദേശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ അഭിപ്രായവും ഉപദേശവും അനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്നും അദ്ദേഹം പറഞ്ഞു. 108 പേജുള്ള വിധിന്യായം വിശദമായി പഠിക്കും. അപ്പീൽ നൽകാൻ സമയവുമുണ്ട്. അതനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ വിശ്വാസമുണ്ട്. സാധാരണ ഒരു കൊലപാതക കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ് വയ്ക്കാറുള്ളത്. എന്നാൽ പിഴവുണ്ടാകാതിരിക്കാനാണ് സമർത്ഥരായ 2 അഭിഭാഷകരെ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി വെച്ചത്. ഈ കേസിന്റെ പ്രാധാന്യവും ജനതാൽപര്യവും ഇതിന് കാരണമാണ്. ഇവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉന്നതതല ഗൂഢാലോചനയെക്കുറിച്ച് ആർക്കെങ്കിലും തെളിവ് നൽകാനുണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ടീമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കേസ് അന്വേഷണ തലത്തിലെ മികവിന്റെ ഫലമായിട്ടാണ് TP വധക്കേസിന് ശേഷം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം നടക്കാതിരുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മഴ ശക്തമായി തുടർന്നാൽ ഇടുക്കി അണക്കെട്ട് 3 ദിവസത്തിനകം തുറന്നേക്കും. 2399.64 അടിയാണ് ഇന്നലത്തെ ജലനിരപ്പ്. 70 മില്ലിമീറ്റർ മഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇന്നലെ പെയ്തു. 41.51 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം അണക്കെട്ടിൽ ഒഴുകിയെത്തി. സംഭരണശേഷിയുടെ 95.5% വെള്ളമാണ് ഇപ്പോഴുള്ളത്. ജലനിരപ്പ് 2403 അടിയിലെത്തുമ്പോഴാണ് അണക്കെട്ട് തുറന്നുവിടുക. തുലാമഴയ്ക്ക് മുൻപ് ഇടുക്കി അണക്കെട്ട് നിറയുന്നത് ഇത് ആദ്യമായാണ്. ഡാമിലെ അണക്കെട്ട് ഉയർന്നതോടെ മൂലമറ്റം പവർ ഹൌസിലെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചെന്ന് ജലനിരപ്പ് താഴ്ത്താനുള്ള ശ്രമത്തിലാണ് KECB. മറ്റു ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നതിനാൽ ഈ ശ്രമം വിജയിക്കാനിടയില്ല. 1981 ഒക്ടോബറിലും 1992 ഒക്ടോബറിലുമാണ് ഇതിനു മുൻപ് ഇടുക്കി ഡാം തുറന്നത്. ചെറുതോണി ഡാം ടോപ്പിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. ഓരോ മണിക്കൂറും ഇടവിട്ട് ജലനിരപ്പ് പരിശോധിക്കുന്നതിനും വിവിധ ഓഫീസുകളിലേക്ക് കൈമാറുന്നതിനുമായാണ് ഇത്. അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ ഇവിടെ നിന്ന് മുന്നറിയിപ്പ് നൽകാനും കഴിയും.
കനത്ത മഴ മൂലം ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ സംഭരണികളിൽ ജലനിരപ്പ് 97.5%. ആനത്തോട്, പമ്പ ഡാമുകൾ ഏതു സമയവും തുറന്നുവിടുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു. പമ്പ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വൻകിട ഡീസൽ ഉപഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 67 ഡീസൽ പമ്പുകളും സപ്ലൈകോയ്ക്ക് വാടകയ്ക്ക് നൽകുമെന്ന് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. KSRTCയുടെ ഡീസൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പെട്രോളിയം കമ്പനികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് അത് അവരറിയേണ്ട കാര്യമല്ല. അതിന് സിവിൽ സപ്ലൈസ് അവർക്ക് റീറ്റെയിൽ ലൈസൻസ് കൊടുക്കണം. പിന്നെ അതൊന്ന് ലൈസൻസ് വാങ്ങണം. അതിൻ്റെ പുറമെ അവിടെ ഈ ഇതിൻ്റെ ഈ സെക്യൂരിറ്റിൻ്റെ ചില ലൈസൻസുകൾ അവരെടുക്കേണ്ടതുണ്ട്. അതും അടിയന്തരമായി എടുക്കുക. ഇത് അവർ എഗ്രിബിളാണ്. എന്നിട്ട് കേസ് അവിടെ നമ്മൾ 67 പമ്പെന്ന് ഇപ്പം അടിക്കുന്ന രൂപത്തിൽ ഈ ചുരുങ്ങിയ വിലക്ക് തന്നെ റീറ്റെയിലർ പ്രൈസ് തന്നെ നമുക്കടിക്കാൻ സാധിക്കും. അതാണ് ഒരു സജഷൻ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം കൂടി അവർക്ക് വേണം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ അവരും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മളേറ്റ് നിയമത്തിൻ്റെയും കോടതി വിധിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ സഹകരിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ രൂപത്തിൽ ചെയ്യാൻ ഉള്ള തീരുമാനമാണ് എടുക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് നിർദ്ദേശങ്ങളോട് എണ്ണ കമ്പനികൾ അനുകൂലമായാണ് പ്രതികരിച്ചതെന്നും ശ്രീ ആര്യാടൻ അറിയിച്ചു. ഡീസൽ പ്രതിസന്ധിയെ തുടർന്ന് പ്രതിദിനം 2000-ലേറെ സർവീസുകൾ വെട്ടിച്ചുരുക്കിയെന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ചൊവ്വാഴ്ച 4736 ബസ്സുകൾ സംസ്ഥാനത്ത് സർവീസ് നടത്തി. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം 4533 ബസ്സുകളാണ് സർവീസ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ഡീസൽ വിലവർധനയുടെ പേരിൽ ഒരു സർവീസ് പോലും കോർപ്പറേഷൻ റദ്ദാക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയോ ആനുകൂല്യങ്ങളോ പെൻഷനോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യില്ല. യാത്രാ സൗജന്യങ്ങൾ തുടരുക തന്നെ ചെയ്യും. വിപണി വിലയേക്കാൾ ലിറ്ററിന് 19 രൂപ 31 പൈസ അധികം നൽകിയാണ് KSRTC ഇപ്പോൾ ഡീസൽ വാങ്ങുന്നത്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് സമരം പിൻവലിച്ചു. തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിതല ചർച്ചയിൽ തൊഴിലാളികൾക്കുള്ള ബോണസ് അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കൊച്ചി മെട്രോ പദ്ധതിക്ക് ഫ്രഞ്ച് ധനകാര്യ ഏജൻസിയായ AFDയുടെ വായ്പയ്ക്ക് ഈ വർഷം അവസാനത്തോടെ അനുമതി നൽകും. കൊച്ചിയിലെത്തിയ ഫ്രഞ്ച് ധനകാര്യ ഏജൻസി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം KMRL MD ശ്രീ ഏലിയാസ് ജോർജ് വാർത്താലേഖകരെ അറിയിച്ചതാണ് ഇക്കാര്യം. കൊച്ചി മെട്രോ പദ്ധതിക്ക് വായ്പ നൽകുന്ന കാര്യത്തിൽ നടക്കുന്ന ചർച്ചകൾ തൃപ്തികരമാണെന്ന് AFDയുടെ ഗതാഗത ഊർജ്ജ വിഭാഗം മേധാവി അലൈൻ റൈസും വിശദീകരിച്ചു. Met you before, and Mr. Gautier also you met before. He is with AFD Delhi. This is the final mission of the. What we are looking is what are the needs, when will the funds be needed to implement the project, and we'll try to have the funds at the proper time in order the project to be implemented. Offer of about 12,000 million Indian rupees at a very good rate of interest. So for financial closure, it's not just the external loan. We're also looking at a domestic loan. We got a final offer from an Indian bank, not Indian bank, from an Indian bank at a very good rate of interest, which we are hoping to use. 1500 കോടി രൂപയുടെ വായ്പയാണ് ഫ്രഞ്ച് ധനകാര്യ ഏജൻസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇപ്പോൾ തുക എത്രയാണെന്ന് പറയാനാവില്ലെന്ന നിലപാടാണ് ഫ്രഞ്ച് സംഘം സ്വീകരിച്ചത്. രൂപയുടെ മൂല്യത്തിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ കണക്കിലെടുത്താകും തുക നിശ്ചയിക്കുക. കൊച്ചി മെട്രോയ്ക്ക് പണം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമുണ്ട്. ഇത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തുമെന്ന് അലൈൻ റൈസ് വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഈ വായ്പ തുക ഉപയോഗിക്കാനാകൂ. ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ 1200 കോടി രൂപ കൊച്ചി മെട്രോ പദ്ധതിക്ക് വായ്പ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ഏലിയാസ് ജോർജ് പറഞ്ഞു. ഇതിനു പുറമെ JKയുടെ വായ്പാ വാഗ്ദാനവും പരിഗണനയിലുണ്ട്. കൊച്ചി മെട്രോയിൽ ഇനി തൊഴിൽ മുടങ്ങില്ലെന്ന് ഉറപ്പായി. മന്ത്രിമാരും തൊഴിലാളി യൂണിയനുകളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ ദ്വിതല സംവിധാനം ഗവൺമെന്റ് തലത്തിൽ ഏർപ്പെടുത്തി.
മെട്രോ ഇനി മുതൽ തൊഴിലാളി സമരമില്ലാത്ത നിർമ്മാണ മേഖലയായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം പോലെ 992 ദിവസത്തിനുള്ളിൽ തന്നെ മെട്രോ യാഥാർത്ഥ്യമാകുമെന്ന് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് മെട്രോയ്ക്കായി പ്രത്യേക തർക്ക പരിഹാര സംവിധാനം ഏർപ്പെടുത്തിയത്. അടിക്കടി തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. തൊഴിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായാലും ഒരു കാരണവശാലും ജോലി നിർത്തിവെക്കില്ല. ജില്ലാ കളക്ടർ ചെയർമാനും റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ കൺവീനറുമായ ജില്ലാതല സമിതിയെ തർക്ക പരിഹാരത്തിനായി സമീപിക്കാം. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെയും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെയും ഓരോ പ്രതിനിധികൾ ഈ സമിതിയിൽ ഉണ്ടാകും. ജില്ലയിൽ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംസ്ഥാനതല സമിതിയുടെ സഹായം തേടാം. തൊഴിൽ മന്ത്രി ചെയർമാനായ ഈ സമിതിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണർ കൺവീനറാണ്. ഗതാഗത മന്ത്രി, KMRL മാനേജിംഗ് ഡയറക്ടർ, DMRC ഉന്നത ഉദ്യോഗസ്ഥർ, കേന്ദ്ര തൊഴിൽ യൂണിറ്റുകളുടെ 2 വീതം പ്രതിനിധികൾ എന്നിവരും ഈ ഉന്നതാധികാര സമിതിയിലുണ്ടാകും. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാൻ കോൺഗ്രസ് ഇനിയും വൈകരുതെന്ന് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് സജ്ജമായില്ലെങ്കിൽ അത് ഫലത്തെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KPA മജീദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം വൈകുന്നതിന്റെ പ്രശ്നങ്ങൾ മുൻപും UDF നേരിട്ടിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിൽ എത്തുന്നതോടെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സ്വന്തം പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ശ്രീ മജീദ് വ്യക്തമാക്കി. ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും കൺവെൻഷനുകൾ പൂർത്തിയാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷം മുൻപ് ലീഗ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിന്റെ ഫലം കാണുകയും ചെയ്തു. മറ്റ് ഘടകകക്ഷികളും അതിന് ലീഗിനെ അഭിനന്ദിച്ചുവെന്നും ശ്രീ മജീദ് കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സഹകരണ സെമിനാർ കോഴിക്കോട്ട് തുടങ്ങി. UN റെസിഡന്റ് കോർഡിനേറ്റർ ലിസ് ഗ്രാൻഡ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. സഹകരണ പ്രസ്ഥാനങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MLA മാരായ ശ്രീ TM തോമസ് ഐസക്, ശ്രീ പുരുഷൻ കടലുണ്ടി, ശ്രീ A പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിച്ചു. സെമിനാർ 3 ദിവസം നീളും. ചെലവ് ചുരുക്കുന്നതിന് കേന്ദ്ര ധനമന്ത്രാലയം കടുത്ത നടപടികളിലേക്ക്. ഈ ധനകാര്യ വർഷം പുതിയ നിയമങ്ങൾ നടത്തില്ല. പദ്ധതിയിതര ചെലവുകൾ 10% വെട്ടിക്കുറച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങില്ല. ഗവൺമെന്റ് പരിപാടികൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പാടില്ല. ഉദ്യോഗസ്ഥരുടെ വിദേശയാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചു. രാജ്യത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ വൻ വർധന. കഴിഞ്ഞ ജൂലൈയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 12% ഉയർന്ന് $165 കോടി ഏപ്രിലിന് ശേഷം വിദേശ നിക്ഷേപത്തിലുണ്ടായ ഏറ്റവും വലിയ ഉയർച്ചയാണിത്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 20% വർദ്ധിച്ച് $705 കോടി. മുൻവർഷം ഇതേ കാലയളവിൽ വിദേശ നിക്ഷേപം $590 കോടി ആയിരുന്നു. സേവന, ഫാർമ, വാഹന നിർമ്മാണ മേഖലകളിലാണ് കൂടുതൽ വിദേശ നിക്ഷേപം ലഭിച്ചത്. സേവന മേഖലയിൽ $102 കോടി, ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് $100 കോടി വിദേശ നിക്ഷേപമായി എത്തി. വർഗീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിന് BSP MPയും BJP BSP MLA-മാരും സമുദായ നേതാക്കളുമടക്കം 16 പേർക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. BSP MP ഖാദിർ റാണ, BJP MLA-മാരായ സംഗീത് സോം, ഭർത്തേന്ദു സിംഗ്, BSP MLA-മാരായ നൂർ സലീം, മൗലാന ജമീൽ എന്നിവർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് സംഘത്തെ അയച്ചതായും സൂപ്രണ്ട് അറിയിച്ചു. ഇതോടൊപ്പം 4 പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുംബൈയിൽ മാധ്യമപ്രവർത്തകയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയ കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം ചൊവ്വാഴ്ച നൽകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ശക്തി മിൽ കോമ്പൗണ്ടിൽ വെച്ച് റിപ്പോർട്ടറെ അടിച്ചു വീഴ്ത്തി ട്രെയിനി ഫോട്ടോഗ്രാഫറായ പെൺകുട്ടിയെ 5 പേർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച പെൺകുട്ടിയുടെ വസ്തുക്കൾ, പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, പ്രതികൾ ഒരാളുടെ സഹായിയായിരുന്ന 10 വയസ്സുകാരന്റെ മൊഴി തുടങ്ങിയവയാണ് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുക. ഗുജറാത്തിലെയും ഹൈദരാബാദിലെയും ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ റിപ്പോർട്ടുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രതികളുടെ മൊബൈലുകളിലെ മുഴുവൻ വിവരങ്ങളും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേസിലെ 4 പ്രതികളായ വിജയ് ജാധവ്, കാസിം ബംഗാളി, സലിം അൻസാരി, ഷിറാസ് റഹ്മാൻ ഖാൻ എന്നിവർ സെപ്റ്റംബർ 19 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. മറ്റൊരു പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കോടതി ജുവനൈൽ ഹോമിലേക്കാണ് അയച്ചിരുന്നത്. കൽക്കരിപ്പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് വിശദീകരണം ആരാഞ്ഞു. ലേല നടപടികൾ പാലിക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജസ്റ്റിസ് ശ്രീ RM ലോഥ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വിശദീകരണം ആരാഞ്ഞത്. 1992 മുതൽ കൽക്കരിപ്പാടം അനുവദിച്ചത് ഏത് മാനദണ്ഡത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും വിശദീകരണം നൽകാമെന്ന്
അറ്റോർണി ജനറൽ ശ്രീ ജി.ഇ. വഹൻവേദി കോടതിയെ അറിയിച്ചു. കൽക്കരിപ്പാടം അനുവദിച്ചതിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ പടക്കപ്പൽ INS വിക്രമാദിത്യയുടെ എല്ലാ പരീക്ഷണങ്ങളും റഷ്യയിൽ പൂർത്തിയാക്കി. കഴിഞ്ഞ 2 മാസമായി റഷ്യൻ കടലിൽ വിമാനവാഹിനി കപ്പലിന്റെ പരിശോധനകൾ നടന്നുവരികയായിരുന്നു. നേരത്തെ അഡ്മിറൽ ഗോർഷ്കോവ് എന്ന ഈ പടക്കപ്പൽ അറിയപ്പെട്ടിരുന്നത്. അടുത്ത 2 മാസത്തിനുള്ളിൽ കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും. യഥാർത്ഥത്തിൽ 2008 ആണ് കപ്പൽ കൈമാറേണ്ടിയിരുന്നത്. എന്നാൽ പരിശോധനകൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുകയായിരുന്നു. 2004 45,000 ടൺ കേവ് ഭാരമുള്ള അഡ്മിറൽ ഗോർഷ്കോവ് ഏറ്റെടുക്കാൻ റഷ്യയുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത്. $2.3 ബില്യൺ ആയിരുന്നു കരാർ തുക. മണിക്കൂറിൽ 52 കിലോമീറ്ററാണ് അത്യാധുനിക വിമാനവാഹിനി കപ്പലിന്റെ വേഗം. സിറിയയുടെ രാസായുധം നശിപ്പിക്കുന്നതിന് അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടാക്കിയ കരാർ സംബന്ധിച്ച ഉന്നതതല കൂടിയാലോചന ആരംഭിച്ചു. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളാണ് വാഷിംഗ്ടണിൽ ചർച്ച ആരംഭിച്ചത്. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചതായി UN സ്ഥിരീകരണത്തിന് തൊട്ടുപിന്നാലെയാണ് ചർച്ച. നാടുകളെ ബാധിക്കുന്ന സരിൻ വാതകം നിറച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചുവെന്ന് സിറിയയിൽ പരിശോധന നടത്തിയ ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ വിദഗ്ധ സംഘം റിപ്പോർട്ട് കൈമാറി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രഥമ ഏഷ്യൻ സ്കൂൾ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റ് ഇന്ന് മുതൽ. മീറ്റിനുള്ള 28 അംഗ ഇന്ത്യൻ സംഘം മത്സരവേദിയായ മലേഷ്യയിലെ കോണ്ടൺ നഗരത്തിലെത്തി. തിരുവോണനാളിൽ ഡൽഹിയിൽ നിന്ന് മലേഷ്യൻ എക്സ്പ്രസ് ഫ്ലൈറ്റിൽ യാത്ര തിരിച്ച് ഇന്ത്യൻ സംഘത്തിന് തലസ്ഥാനമായ കോലാലംപൂരിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചു. മത്സരിക്കാനെത്തുന്ന ടീമുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. കോലാലംപൂരിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് കോണ്ടൺ നഗരം. കോണ്ടണിലെ ഡി എംബസി ഹോട്ടലിലാണ് ഗെയിംസ് വില്ലേജ്. തൃശൂരിൽ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നഗരത്തിൽ ഇന്ന് പുലിക്കളി അരങ്ങേറും. 8 ദേശങ്ങളാണ് ഇത്തവണ പുലിവേഷക്കാരെ ഇറക്കുന്നത്. ഒരു സംഘത്തിൽ 41 മുതൽ 51 വരെ പുലിവേഷമുണ്ടാകും. മത്സരാടിസ്ഥാനത്തിലായതിനാൽ അച്ചടക്കം കർശനമായി പരിഗണിക്കും. പുലിവേഷവും പുലിക്കെട്ടും സമ്മാന പരിഗണനയിൽ ഉൾപ്പെടും. തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് വർണ്ണ പൊലിമയാർന്ന സാംസ്കാരിക ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഘോഷയാത്ര പ്രമാണിച്ച് നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. CMP നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ MV രാഘവന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചൊവ്വാഴ്ചയായിരുന്നു അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും സംസാരശേഷി വീണ്ടെടുത്തിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ വെളിയം ഭാർഗവന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. TP വധക്കേസിൽ അപ്പീൽ നൽകുന്ന കാര്യം നിയമോപദേശത്തിന് ശേഷമെന്ന തിരുവഞ്ചൂർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ശരിയായ ദിശയിൽ തന്നെയാണെന്ന് ആഭ്യന്തരമന്ത്രി. കനത്ത മഴയിൽ ജലസംഭരണികൾ നിറഞ്ഞു. ഇടുക്കി ഡാം തുറന്നുവിട്ടേക്കും. കേന്ദ്ര ഗവൺമെന്റ് ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചു. പുതിയ വാഹനങ്ങൾ വാങ്ങരുതെന്നും പുതിയ തസ്തികകൾ സൃഷ്ടിക്കരുതെന്നും നിർദ്ദേശം. തൃശൂരിൽ ഇന്ന് പുലികളിറങ്ങും. ഓണാഘോഷത്തിന് നാളെ സമാപനം. ഇതോടെ ഈ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് dd.malayalam.org സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്. നമസ്കാരം.